വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടുമായിട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മുടെ പബ്ലിക് പി ആർ എന്ന യൂട്യൂബ് ചാനലിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണുന്നത്. പക്ഷേ 90% ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. 1,00,000-ലധികം സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലെ വോട്ടിംഗ് റിസൾട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജൂൺ 14 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് വെറും 2 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു കഴിഞ്ഞു. നമ്മളെ മാക്സിമം എന്റർടൈൻ ചെയ്യിച്ച പല കണ്ടസ്റ്റൻസും അവിടെയുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആരാണോ അവർക്ക് തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അവരുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളാണ് ഈ ഷോയുടെ വിധി എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകട്ടെ എന്ന താല്പര്യത്തോടുകൂടി തീർച്ചയായിട്ടും എല്ലാവരും അവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയ സമയം മുതൽ 5ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഋഷി എസ് കുമാർ. ഋഷിക്ക് വലിയ കാര്യമായിട്ട് വോട്ടും കാര്യങ്ങളൊന്നും കയറുന്നില്ല. ഈ ഒരു സമയത്ത് ഋഷി വിജയിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാവരും ഋഷിക്ക് ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്ന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേകിന് വലിയ കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിനെ പിന്തള്ളിക്കൊണ്ട് 3, 2, 1 സ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ടുള്ള അത്രയും വലിയൊരു വോട്ടിംഗ് ഒന്നും അഭിഷേകിന് ഈ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകണമെന്നുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ്. അർജുൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് 2ാം സ്ഥാനത്തായിരുന്നു. ഈ ഒരു സമയത്ത് കുറച്ച് വോട്ടിന് പുറകെ നമ്മുടെ അർജുൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അർജുൻ ബിഗ് ബോസ് ഹൗസിന്റെ വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അർജുൻ ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് രേഖപ്പെടുത്തുക. അടുത്തതായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാസ്മിൻ ജാഫറാണ്. രാവിലെ നോക്കുന്ന സമയത്ത് അർജുൻ ജാസ്മിനെക്കാളും കുറച്ച് വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അർജുനെ പിന്തള്ളിക്കൊണ്ട് തന്റെ 2ാം സ്ഥാനം കൂട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ വിജയിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് ജാസ്മിന് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ചെയ്ത സമയം മുതൽ 1ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ മച്ചാൻ. ആർക്കും ജിൻഡോയെ പിന്തള്ളി കൊണ്ട് 1ാം സ്ഥാനം ഒന്ന് തൊട്ട് നോക്കാൻ പോലും ഇത്രയും സമയമായിട്ടും സാധിച്ചില്ല. അത് ജിൻഡോന്റെ വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഈ ഒരു സാഹചര്യമാണ് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിലും വരുന്നതെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ ഇനി മറ്റൊരു കണ്ടസ്റ്റന്റിനെ തിരിഞ്ഞും കൂടി നോക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. ജിൻഡോ മച്ചാനി തന്നെ ആ ഒരു സ്ഥാനം കിട്ടുന്നതായിരിക്കും. കാരണം അത്രയും ഭൂരിപക്ഷത്തോടു കൂടിയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്റെ 1ാം സ്ഥാനം ജിൻഡോ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ ഏകദേശം 99% ആണ് ജിൻഡോന്റെ സാധ്യത എന്ന് പറയുന്നത്. എല്ലാവരും ജിൻഡോന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇങ്ങനെയാണ് വോട്ടിങ്ങിന്റെ ഗതി എന്ന് പറയുന്നത്. 5ാം സ്ഥാനത്ത് ഋഷി, 4ാം സ്ഥാനത്ത് അഭിഷേകാണ്, 3ാമതായിട്ട് അർജുൻ, 2ാം സ്ഥാനത്ത് ജാസ്മിൻ, 1ാമതായി മറ്റാർക്കും പിന്തള്ളാൻ പറ്റാത്ത രീതിയിൽ കൂറ്റൻ വോട്ടിന്റെ ലീഡിൽ നിൽക്കുന്ന ജിൻഡോ മച്ചാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിന്റെ വിജയി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ജനങ്ങളാണ് ഇതിന്റെ വിധി എഴുതുന്നത്. കണ്ടസ്റ്റൻസ് അവർക്ക് കൊടുക്കാനുള്ളതിന്റെ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിന്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്